ഫസ്റ്റ് വരുന്നത് ഈ ഒരു സാരിയാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ സാരി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ആ ഒരു പാറ്റേണിൽ വരുന്ന ഗ്രീൻ സാരിയാണിത്. ഒരു തത്തപ്പച്ച കളർ എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡിലാണ് ഈ സാരി വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല്ലു മയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കലങ്കരി സാരീസിൻ്റെ ഒരുവിധം എല്ലാ പല്ലും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ലൈറ്റ് മെറ്റീരിയലിൽ ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൽ വരുന്നിട്ടുള്ളത്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അടുത്ത വീഡിയോ ചെയ്ത യെല്ലോ ആൻഡ് ബ്ലൂവിൻ്റെ വേറൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണിത്. ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്യാവുന്നതാണ്. ലൈറ്റ് കളേഴ്സിൽ ഇതുപോലെ തന്നെ ട്രഡീഷണൽ പ്രിൻറ്റ്സ് വരുന്ന സാരിയാണിത്. ഇതിൻ്റെ പല്ല് വരുന്നത് ഓറഞ്ച് ആൻഡ് ബ്ലൂവിലാണ് ഈ പല്ല് കൊടുത്തിട്ടുള്ളത്. മയിലിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ട്രഡീഷണൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഓൾ ഓവർ ബോഡി മൊത്തം ഒരു ബ്ലൂ പ്രിൻറ്റും കൂടി വരുന്നുണ്ടെങ്കിൽ ബ്ലൗസ് പീസ് വെറും ഓറഞ്ച് ആൻഡ് ബ്ലാക്കിൽ മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറൽ പ്രിന്റ് കലങ്കരി വരുന്ന കളക്ഷൻ ഒന്നും കൂടി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കളേഴ്സിൽ അല്ലെങ്കിൽ വേറെ പാറ്റേണിൽ വരുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇത്. ഡാർക്ക് ബ്ലൂവിൽ നല്ല അടിപൊളി കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണിത്. ഇതിങ്ങനെയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി അറിയുണ്ടാവും. ഇതിൻ്റെ ഓൾ ഓവർ ബോഡി മൊത്തം ഈ ഒരു പ്രിന്റ് തന്നെയാണ്. ഇതിൻ്റെ പല്ല് വരുന്നത് ഇതുപോലെ തന്നെ മയിലിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു പല്ലുമാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. അപ്പോൾ ഡാർക്ക് ബ്ലൂ സാരിയും ലൈറ്റ് കളേഴ്സിൽ ചെയ്തെടുത്ത ഈ ബ്ലൗസ് പീസും ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി അറിയുന്നുണ്ടാവും. സാരീസൊക്കെ എല്ലാ ക്ലൈമറ്റിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും എടുക്കാൻ. ചിലർ സാരി എടുത്ത് പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു കലങ്കരിയുടേത്. അത് ഞാൻ പറയാൻ കാരണം ഈ ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് എല്ലാം പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും സൂപ്പറായിട്ട് ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് അയണോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഒരൊറ്റ പ്ലീറ്റിൽ തന്നെ നിങ്ങൾക്ക് നല്ല സുഖത്തിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാം കേട്ടോ. വേറെ ഒരാളുടെയും ഹെൽപ്പും തേടണ്ട. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പാറ്റേൺ ആണ് കലങ്കരി. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് കലങ്കരീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും. അടുത്തൊരു കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന കളക്ഷനാണ് നമ്മുടെ നെക്സ്റ്റ്. ആ ബ്ലൂവിൽ കാണിച്ചു, ഞാനിപ്പോൾ അതിൻ്റെ വേറൊരു ഗ്രീനിലൊരു ഷെയ്ഡ് കാണിച്ചു. ആ ഒരു സെയിം കളറിൽ ആ ഒരു സെയിം പ്രിൻറ്റിൽ വരുന്ന വേറൊരു കളറിൽ വരുന്ന സാരിയാണിത്. ഇതിൻ്റെ പല്ല് വരുന്നത് മയിലിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഞാൻ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയി നിവർത്തി കാണിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി. സെപ്പറേറ്റ് ഫോട്ടോ ചോദിക്കുമ്പോൾ അതിൻ്റെ പല്ലു നിങ്ങൾ ചോദിക്കാറുണ്ട്, ബ്ലൗസ് പീസ് എങ്ങനെ വരുന്നത് നിങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാരിയും നിവർത്തി കാണിക്കുന്നത്. കുറച്ച് പ്രായമുള്ള അമ്മമാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഡാർക്ക് കളേഴ്സിൽ അവർക്കൊക്കെ പറ്റുന്ന ഒരു പാറ്റേൺ ഉണ്ടോയെന്ന്. അങ്ങനെ ആ അമ്മമാർക്കൊക്കെ പറ്റിയ ഒരു ഡാർക്ക് കളറിൽ വരുന്ന പാറ്റേൺ ആണ് ഈ ഒരു കൈൻഡ് ഓഫ് സാരി. ഇത് അധികം ഓവറായിട്ട്, അതായത് ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുമില്ല, എന്നാൽ അത് ലൈറ്റ് ആയിട്ടുള്ള കളറും അല്ല. എന്നാൽ അവർക്കൊക്കെ പറ്റുന്ന അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലുള്ള സാരിയാണിത്. ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെ തന്നെയാണ്, മയിലിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു കോട്ടൺ സാരി അതുപോലെ തന്നെ ഒരു സിൽക്ക് സാരിയും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഫസ്റ്റ് സെലക്ട് ചെയ്യുക കോട്ടൺ തന്നെയായിരിക്കും. അതിൻ്റെ ഉടുക്കാനുള്ള ആ ഒരു സുഖം, അതുപോലെ അത് ഉടുത്ത് നടക്കാനുള്ള ആ ഒരു കംഫർട്ടാണ് എല്ലാവരും നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും കോട്ടൺ സാരി ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. കോട്ടൺ സാരി തന്നെ ഹാർഡ് ടൈപ്പിലും വരുന്നുണ്ട്, സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്നുണ്ട്. ഈ സാരീസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, സ്മൂത്തായിട്ട് നമുക്ക് ഉടുത്ത് പോകാവുന്ന കോട്ടൺ സാരിയാണ് കേട്ടോ അത്. മൾക്കോട്ടണിൽ വരുന്ന പ്രിൻസ് ആണ് ഇത് മൊത്തം. നെക്സ്റ്റ് ഒരു അടിപൊളി കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ തന്നെ നല്ല രസമാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ്.
ഇത്രയും സിമ്പിളായ സാരീസ് നിങ്ങൾക്ക് ഒന്നും കൂടി എലഗൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്ലൗസ് പീസ് കുറച്ച് വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കോളറിനൊക്കെ വരുന്ന ബ്ലൗസ് പീസ് ആയിട്ടോ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഈ ബ്ലൗസ് പീസ് വേണ്ട വേറെ ഒന്നിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഷർട്ട്സിൻ്റെ കൂടെയൊക്കെ ഇപ്പോൾ അത് ട്രെൻഡായിട്ടുണ്ട്. കളർഫുൾ ഷർട്ട്സ്, പ്ലെയിൻ ഷർട്ട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഈ സാരി സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും എടുത്ത് കാണിക്കാത്തത്. നെക്സ്റ്റ് നമ്മുടെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ച ആ ബ്ലൂവിൽ കാണിച്ച ഒരു റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്, പല്ലുവിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, എല്ലാം ഓൾ ഓവർ സെയിം പല്ലു തന്നെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. അടുത്തതൊരു ടീച്ചർമാർക്കൊക്കെ ഡെയിലി എടുത്തു പോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ്. അധികം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് അല്ലത്, എന്നാൽ ഇത് നല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയാണ്. കാണുന്നുണ്ടാവും. ആൻഡ് ഇതിൻ്റെ പല്ലു ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ഇങ്ങനെ പല്ലുവിൽ വരും. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇത്രയും ചെറിയൊരു പ്രിൻറ്റിലാണ് ബ്ലൗസ് പീസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലൊരു റെഡ് കളറും കൂടി സ്പ്രെഡാണ്. അത് കളർ സ്പ്രെഡ് ആയതല്ല, അത് ഇങ്ങനെ തന്നെ ഒരു ഷെയ്ഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഡിസൈൻസിൽ കണ്ട സാരിയുടെ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പല്ലു സെയിം മയിൽ ഡിസൈനിൽ തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാം നാച്ചുറൽ കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറച്ചൊരു ഫങ്കി ടൈപ്പ് ആവശ്യമുള്ളവർക്ക് പറ്റിയൊരു സാരിയാണിത്. ലൈറ്റ് കളേഴ്സിൽ കുറച്ച് നല്ല അടിപൊളി ക്യൂട്ട് ബേർഡ്സിൻ്റെ പ്രിൻസാണ് ഇതിലുള്ളത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിന് ഇതുപോലെ പ്ലെയിൻ ഗ്രീൻ ബ്ലൗസോ അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ച് ബ്ലൗസോ ഒക്കെ സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണാം. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ബേർഡ്സിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്ലാക്കിൻ്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിൽ ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ്. ഒരു യെല്ലോ ആൻഡ് ഗ്രേ ഷെയ്ഡിലുള്ള സാരിയാണ്. നല്ല രസമുണ്ട് ഈ ഒരു പാറ്റേൺ കാണാൻ. ഓൾ ഓവർ ബോഡി മൊത്തം ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ബോഡി മൊത്തം ഈ ഒരു ഡിസൈനിലാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണാം നമുക്ക്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ്. ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഈ ബ്ലൗസ് പീസ് വേണ്ട, ഇത് സ്യൂട്ട് ചെയ്യുന്ന ബ്ലൗസ് പീസ് ആണെങ്കിൽ ഗ്രേ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ പാറ്റേൺ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച ഒരു സാരിയാണിത്. ഇത് സോൾഡ് ഔട്ട് ആയി. ഇതിൻ്റെ ഒരു സാരിയും കൂടി നമ്മുടെ ലാസ്റ്റ് ഒരു പീസ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓണത്തിന് വേണ്ടി ഒരു ചേച്ചി നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബ്ലൗസ് പീസ് അടിച്ചിട്ട് ജസ്റ്റ് റഫ് ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാ സാരിയും നിവർത്തി കാണിക്കുന്നതിനേക്കാൾ ഉടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. എനിക്കിപ്പോൾ ഇവിടെ എല്ലാം നിവർത്തി കാണിക്കാനേ പറ്റൂ. ഇതെല്ലാം ഉടുത്ത് കാണിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇനിയും ഒരുപാട് കളർഫുൾ കലങ്കരി സാരീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാനത് ഓരോന്ന് നിവർത്തി കാണിക്കുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചു തരിക. നമ്മുടെ കയ്യിൽ ആ സാരി ഇപ്പോഴും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 to 10 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെലിവറി തരുന്നതാണ്. ഇത്രയും അഫോർഡബിൾ ആയ രീതിയിൽ നിങ്ങൾക്ക് ഈ കലങ്കരി സാരീസ് എവിടെയും കിട്ടില്ല. അത്രയും സൂപ്പർ ക്വാളിറ്റി സാരീസ് ആണ്. ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ സാരീസ് ഒന്നും കൂടി ഇഷ്ടമാവും. നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും വരും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. വില്ലേജ് അല്ലർ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാം പേരും വില്ലേജ് അല്ലർ എന്നാണ്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അനഘ വിജയ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഏതൊരു സാധാരണക്കാരനും പർച്ചേസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഓരോ സാരീസ് ഇറക്കുന്നത്. അപ്പോൾ കൂടുതൽ അടുത്ത വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.